മൂല്യവർദ്ധിത നികുതി നടപ്പിൽ വരുന്നതോടെ ഒമാന്റെ വരുമാനത്തിൽ 1.1 കോടി ഡോളറിന്റെ വരെ വർധനവുണ്ടാകുമെന്ന് സാമ്പത്തിക വിദഗ്ധർ. രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 1.4% ഈ തുക. അടുത്ത വർഷം ആദ്യം മുതൽ GCC രാഷ്ട്രങ്ങളിൽ മൂല്യവർദ്ധിത നികുതി സമ്പ്രദായം നടപ്പിലാക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. എണ്ണവിലയിടിവിന്റെ സാഹചര്യത്തിൽ വരുമാനത്തിന്റെ വൈവിധ്യവൽക്കരണത്തിന് ഗൾഫ് രാഷ്ട്രങ്ങൾ നിർബന്ധിതമായിരിക്കുകയാണ്. മൂല്യവർദ്ധിത നികുതി നടപ്പിലാക്കി നികുതി വിപുലമാക്കുകയെന്നത് വരുമാന വർധനവിനുള്ള വഴികളിലൊന്നാണ്. അടുത്ത 10 ദിവസത്തിനുള്ളിൽ GCC രാഷ്ട്രങ്ങൾ ഏകീകൃത വാറ്റ് നിയമാവലി പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നികുതി ഘടനയടക്കം വിഷയങ്ങളിൽ കഴിഞ്ഞ മാസം അംഗരാജ്യങ്ങൾ ഒപ്പിട്ടിരുന്നു. ഇതുവഴി മാത്രമേ ഏതെല്ലാം ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കുമാണ് മൂല്യവർദ്ധിത നികുതി ബാധകമാകുക എന്നത് അറിയാൻ സാധിക്കുകയുള്ളൂ. ഭക്ഷണം, ആരോഗ്യമേഖല, വിദ്യാഭ്യാസം എന്നിവയെ നികുതി വർധനവിൽ നിന്ന് ഒഴിവാക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. ഏകീകൃത നിയമാവലി നിലവിൽ വരുമെങ്കിലും പ്രാദേശികമായി നികുതി ക്രമങ്ങളും വാറ്റ് നടപ്പിലാക്കും മുൻപ് നിലവിൽ വരേണ്ടതുണ്ട്. ഇതിനായുള്ള നടപടിക്രമങ്ങൾ ഒമാൻ ഉടൻ പ്രഖ്യാപിക്കേണ്ടതാണ്. അല്ലാത്തപക്ഷം വാറ്റ് നടപ്പിലാക്കാൻ വൈകും. 1 വർഷം വരെ ഇങ്ങനെ നീട്ടിവെക്കാൻ ഏകീകൃത നിയമാവലി അനുവാദം നൽകുന്നുണ്ടെന്നും അൽകേഷ് ജോഷി പറഞ്ഞു. നിയമം നടപ്പിൽ വരുന്നതോടെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് പുതിയ നികുതി ക്രമത്തിലേക്ക് മാറാൻ 10 മാസം വരെ സമയം അനുവദിക്കാൻ സാധ്യതയുള്ളൂ. അതിനാൽ കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ, മാനവവിഭവശേഷി തുടങ്ങി വിവിധ വിഭാഗങ്ങളിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തണമെന്നും ജോഷി പറഞ്ഞു. മീഡിയ 1 മസ്കറ്റ്. കഴിഞ്ഞ ദിവസം ജിദ്ദയിൽ ട്രാഫിക് പോലീസിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച മുഴുവൻ അക്രമികളെയും സുരക്ഷാ വിഭാഗം പിടികൂടി. ജിദ്ദയിലെ തിരക്കേറിയ കോർണിഷ് റോഡിൽ അൽഹംറ ഏരിയയിൽ റോഡിനു കുറുകെ നിയമം ലംഘിച്ച് മുച്ചക്ര വാഹനങ്ങൾ ഓടിച്ച് ഭീതി പരത്തിയ സംഘത്തെ തടയാനുള്ള ശ്രമത്തിനിടെയാണ് പോലീസുകാരൻ ആക്രമിക്കപ്പെട്ടത്. 18 വയസ്സുള്ള സൗദി യുവാവ് മാജിദ് സാദിഖ്, ചാഡ് വംശജരായ ഹുസൈൻ അബ്ദുൽ കരീം, ഹസൻ അലി മൂസ, അക്രം അബ്ദുള്ള മൂസ, നൈജീരിയക്കാരൻ ഹാറൂൺ ആദം, യമനിൽ നിന്നുള്ള യാക്കൂബ് അഹമ്മദ് അബ്ദുൽ ഫത്താഹ്, ബജ്രി നാസർ അലി എന്നിവരാണ് പിടിയിലായത്. സംഘം പോലീസ് ഓഫീസറെ ആക്രമിക്കുന്നതിന്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരുന്നു. തുടർന്ന് മക്ക മേഖല ഗവർണർ പ്രിൻസ് ഖാലിദ് ബിനു ഫൈസലിന്റെ നിർദ്ദേശമനുസരിച്ച് പോലീസ് മേധാവി ബ്രിഗേഡിയർ ജനറൽ അയീദ് അൽ ഖർണിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് 2 ദിവസത്തിനുള്ളിൽ മുഴുവൻ അക്രമി സംഘത്തെയും പിടികൂടിയത്. സൗദിയിലെ ഖത്തീഫിൽ പോലീസുമായുണ്ടായുള്ള ഏറ്റുമുട്ടലിൽ പിടികിട്ടാപ്പുള്ളി കൊല്ലപ്പെട്ടതായി സുരക്ഷാ വിഭാഗം വക്താവ് അറിയിച്ചു. സ്വദേശികൾക്കും പോലീസിനുമെതിരെ ഇയാൾ നിരവധി ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഖത്തീഫ് മേഖലയിലുണ്ടായ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രദേശത്ത് സുരക്ഷാ പരിശോധന നടത്തുന്നതിനിടെയാണ് നിരവധി കേസുകളിൽ പിടികിട്ടാപ്പുള്ളിയായ മുസ്തഫ അലി അബ്ദുള്ള അൽമദാദ് എന്നയാൾ ഒരു ഡിസ്ട്രിക്റ്റിലുള്ളതായി ശ്രദ്ധയിൽപ്പെട്ടത്. ഇയാളോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടപ്പോൾ പോലീസുകാർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. ഇതോടെ പോലീസ് തിരിച്ചു വെടിവെച്ചു. ഇതിനിടയിലാണ് ഇയാൾ കൊല്ലപ്പെട്ടത്. ഒരു പോലീസുകാരന് നേരിയ പരിക്കേറ്റിട്ടുണ്ട്. 14ാം രാവ് സീസൺ 5ന്റെ ഗ്രാൻഡ് ഫിനാലെയ്ക്ക് ദോഹയിൽ തുടക്കമായി. ഇന്ത്യൻ അംബാസിഡർ പി കുമരൻ, വിവിധ മന്ത്രാലയ പ്രതിനിധികൾ, മാപ്പിളപ്പാട്ട് രംഗത്തെ പ്രമുഖർ എന്നിവരുടെ സാന്നിധ്യത്തിൽ പ്രൗഢമായ ചടങ്ങിലായിരുന്നു ഉദ്ഘാടനം. കേരളീയ സമൂഹം മീഡിയ 1-ൽ നിന്ന് പരിചയപ്പെട്ടു കഴിഞ്ഞു. നിങ്ങൾക്കറിയാം, പ്രവാസി സുഹൃത്തുക്കളുമായി ഏറെ ബന്ധം ഈ കലാരൂപത്തിനുണ്ട് എന്ന പ്രവാസിയുടെ ഹൃദയവികാരത്തെ ഒപ്പിയെടുത്ത, അത് സാധാരണ ജീവിതത്തിലേക്ക് പകർന്നു കൊടുത്ത മീഡിയ 1 ചാനൽ കേരളത്തിനകത്തും പുറത്തുമുള്ള മലയാളികളുടെ മനസ്സിൽ മാപ്പിളപ്പാട്ട് ഉത്സവത്തിലേക്ക്, മത്സരത്തിലേക്ക് കൃത്യമായ Thank you, VK Hamza Abbas. I'm also particularly happy that a number of Qatari friends have joined us, including representatives from ministries in the government. Our Qatari guests and the participants, the very best of luck. And I look... Thank you, Ministry of Culture and Sports. Chief Manager of Director of Publications and Printing. കൂടുതൽ വിവരങ്ങളുമായി ദോഹയിൽ നിന്ന് മുജീബ് റഹ്മാൻ ചേരുന്നു. മുജീബ്, 14ാം സീസൺ 5ന്റെ ഗ്രാൻഡ് ഫിനാലേക്ക് ദോഹയിൽ തുടക്കമായിരിക്കുന്നു. എങ്ങനെ പുരോഗമിക്കുന്നു ഉദ്ഘാടന ചടങ്ങുകൾ? വളരെ കൃത്യമായ ഒരു ചടങ്ങായിരുന്നു. പ്രൗഢമായ ചടങ്ങിലാണ് ഖത്തറിലെ ഇന്ത്യൻ അംബാസഡർ പി കുമരൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. മന്ത്രാലയ പ്രതിനിധികളുടെയും സാഹിത്യ സാംസ്കാരിക രംഗങ്ങളുടെ പ്രമുഖരുടെയും സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ് നടന്നത്. മീഡിയ 1 മാനേജ്മെന്റ് പ്രതിനിധികൾക്കൊപ്പം തന്നെ ഏറെ വലിയ ഒരു ആകർഷണമായി തോന്നിയത് ഖത്തറിലെ അറിയപ്പെടുന്ന കലാകാരനും അതുപോലെ തന്നെ ബ്രോഡ്കാസ്റ്ററുമായ ഒരു ഹാസ്യനടൻ കൂടിയായ ഗാനിം സുബൈത്തിയുടെ സാന്നിധ്യമായിരുന്നു. അദ്ദേഹം ഉൾപ്പെടെ വിവിധ സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള പ്രൗഢമായ ഒരു സദസ്സിന് മുമ്പാകെയായിരുന്നു മീഡിയ 1ന്റെ 14ാം ഗ്രാൻഡ് ഫിനാലെയുടെ സീസൺ 5
ഇന്ന് സീസൺ 5 ഗ്രാൻഡ് ഫിനാലെ ദോഹയിൽ അരങ്ങേറിയത്. മാപ്പിളപ്പാട്ട് ഗായകരിൽ നിന്ന് ആദിൽ അബ്ദു, അതുപോലെ തന്നെ കവാലി ഗായികയായ അനിത ഷെയ്ഖ് എന്നിവരും പിന്നണി ഗായകരായ വിധു വിൻസെന്റ്, മാപ്പിളപ്പാട്ട് 14ാം രാവിന്റെ തന്നെ ജഡ്ജിംഗ് പാനലിലുള്ള കലാകാരന്മാർ, സംഗീത സംവിധായകൻ ഷാൻ റഹ്മാൻ, അതുപോലെ ഗായിക രഹ്ന തുടങ്ങിയവരെല്ലാവരുടെയും വലിയ തരത്തിലുള്ള കലാപ്രകടനങ്ങൾ, സംഗീത പ്രകടനങ്ങൾ ഇവിടെ അരങ്ങേറി. വലിയ തരത്തിലുള്ള ജനക്കൂട്ടമാണ് ദോഹയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഏഷ്യൻ ടൗൺ ആംഫി തിയേറ്ററുടെ വേദി നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ മത്സരങ്ങൾ ആരംഭിക്കാനിരിക്കുകയാണ്. ഉദ്ഘാടനത്തിന് മുന്നോടിയായിട്ടുള്ള പ്രകടനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മുജീബ്, വൻ ജനപങ്കാളിത്തം തന്നെയാണോ ഗ്രാൻഡ് ഫിനാലയുടെ വേദിയിലുള്ളത്? തീർച്ചയായും ശ്രുതി, മാപ്പിളപ്പാട്ട് റിയാലിറ്റി ഷോകളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മത്സരം എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കും. കാരണം മാപ്പിളപ്പാട്ട് എന്ന ഒരു ബിന്ദുവിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട്, ഇതിൽ മാത്രം ആകൃഷ്ടരായിക്കൊണ്ട് ദോഹയുടെ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിൽ, ദോഹയിൽ നിന്നും അൽഖോറിൽ നിന്നും അതുപോലെ തന്നെ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുടുംബ പ്രേക്ഷകരാണ് ഏറ്റവും കൂടുതൽ ഈ മത്സരത്തിലേക്ക് കാണാനായി, വീക്ഷിക്കാനായി എത്തിച്ചേർന്നിരിക്കുന്നത്. വലിയ തരത്തിലുള്ള ഒരു ജനക്കൂട്ടം തന്നെയാണ് ദോഹയിലെ ഏഷ്യൻ ടൗൺ ആംഫി തിയേറ്ററിൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മത്സരം ആരംഭിക്കാനിരിക്കുന്നു. മത്സരം ആരംഭിക്കുന്നതോടെ ഇപ്പോഴും ജനങ്ങൾ സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശരി മുജി, 14ാം സീസൺ 5 ഗ്രാൻഡ് ഫിനാലേക്ക് ദോഹയിൽ തുടക്കമായിരിക്കുന്നു. പതിനാലാം സീസൺ 5 ഗ്രാൻഡ് ഫിനാലേക്ക് ദോഹയിൽ തുടക്കമായിരിക്കുന്നു. ഇന്ത്യൻ അംബാസിഡർ പി കുമരൻ, വിവിധ മന്ത്രാലയ പ്രതിനിധികൾ, മാപ്പിളപ്പാട്ട് രംഗത്തെ പ്രമുഖർ എന്നിവരുടെ സാന്നിധ്യത്തിൽ പ്രൗഢമായ ചടങ്ങിലായിരുന്നു ഉദ്ഘാടനം. ദൃശ്യങ്ങളാണ് കണ്ടത്. വിവരങ്ങൾ നൽകുകയായിരുന്നു മുജീബ് റഹ്മാൻ ദോഹയിൽ നിന്ന്. മറ്റൊരു വാർത്തയിലേക്ക്. മുസ്ലിം സമുദായത്തിന്റെ ഐക്യത്തിനൊപ്പം ഇന്ത്യയുടെ മതേതര ജനാധിപത്യ മൂല്യങ്ങൾ കൂടി സംരക്ഷിക്കാൻ മുജാഹിദ് പ്രവർത്തകർ മുൻനിരയിലുണ്ടാകണമെന്ന് കേരള നദ്വത്തുൽ മുജാഹിദീൻ സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുൽ കോയ മദനി. ദുബൈയിൽ മുജാഹിദ് സംഘടനകളുടെ ഐക്യസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഏതൊരു മതം വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രബോധനം ചെയ്യുന്നതിനും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ഒരു ഭരണഘടന, മാതൃകാപരമായ മതസൗഹാർദ്ദവും മനുഷ്യ സൗഹാർദ്ദവും നിലനിന്ന ഒരു രാജ്യം, അതിനെ കാത്തു സൂക്ഷിക്കണം. കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ അന്ധവിശ്വാസം നിറയ്ക്കാൻ ശ്രമിച്ച യാഥാസ്ഥിക വിഭാഗമാണ് ഇപ്പോൾ നവോത്ഥാനത്തിന്റെ അവകാശവാദവുമായി പ്രചാരണം നടത്തുന്നതെന്ന് അബ്ദുള്ള കോയ മദനി കുറ്റപ്പെടുത്തി. ലോകത്ത് ആളുകൾ കേട്ടാൽ അറപ്പ് തോന്നുന്ന തരത്തിൽ ഉള്ള അന്ധവിശ്വാസങ്ങൾ അവതരിപ്പിക്കുന്ന കടുത്ത യാഥാസ്ഥിക വിഭാഗം, ആ വിഭാഗത്തിന് കൂലിയെഴുത്തുകാർ വന്നിരിക്കുന്നു. നവോത്ഥാനത്തിന്റെ പ്രവർത്തകന്മാർ, നവോത്ഥാനത്തിന്റെ മുന്നിൽ നടക്കുന്നവരാണ് ഇവർ. അൽമനാർ ഇസ്ലാമിക് സെന്ററിൽ നടന്ന ഐക്യസമ്മേളനത്തിൽ UAE ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ പ്രസിഡന്റ് AP അബ്ദുസമദ് അധ്യക്ഷനായിരുന്നു. മുജാഹിദ് നേതാക്കളായ CP ഉമർ സുല്ലമി, അബ്ദുറഹ്മാൻ സലഫി, അൽമനാർ ചെയർമാൻ ഷംസുദ്ദീൻ ബിൻ മുഹിയുദ്ദീൻ, PA ഇബ്രാഹിം ഹാജി തുടങ്ങിയവർ പങ്കെടുത്തു. ദാനധർമ്മ വർഷത്തിന്റെ ഭാഗമായി നടത്തുന്ന പ്രവർത്തനങ്ങളുടെ പ്രഖ്യാപനവും ചടങ്ങിൽ നടന്നു. 100 കണക്കിന് പേർ ഐക്യസമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. മീഡിയ 1 ദുബായ്. MES കുവൈറ്റ് ചാപ്റ്റർ സംഘടിപ്പിച്ച സൗജന്യ വൈദ്യപരിശോധനാ ക്യാമ്പ് താഴ്ന്ന വരുമാനക്കാരായ പ്രവാസികൾക്ക് ആശ്വാസമായി. അബ്ബാസിയ പാകിസ്ഥാൻ എക്സൽ സ്കൂളിൽ നടന്ന ക്യാമ്പ് കുവൈത്തിലെ ഇന്ത്യൻ സ്ഥാനപതി സുനിൽ ജെയിൻ ഉദ്ഘാടനം ചെയ്തു.
മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെയും ഇന്ത്യൻ ഡോക്ടേഴ്സ് ഫോറത്തിന്റെയും സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. തുടർച്ചയായ 16ാം വർഷമാണ് MES മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത്. സൗജന്യ വൈദ്യപരിശോധനയോടൊപ്പം ബ്ലഡ് ഷുഗർ, കൊളസ്ട്രോൾ പരിശോധനകളും അൾട്രാസൗണ്ട് സ്കാനിംഗ് സൗകര്യവും ഒരുക്കിയിരുന്നു. പരിശോധനയ്ക്കെത്തുന്നവർക്ക് സൗജന്യമായി മരുന്നുകളും വിതരണം ചെയ്തു. കുവൈറ്റ് ഹാർട്ട് ഫൗണ്ടേഷനിൽ നിന്നുള്ള ഡോക്ടർമാരുടെ സേവനവും ക്യാമ്പിൽ ലഭ്യമാക്കിയിരുന്നു. ഉദ്ഘാടന ചടങ്ങിൽ MES പ്രസിഡന്റ് സാദിഖ് അലി അധ്യക്ഷത വഹിച്ചു. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ഇന്ത്യൻ ഡോക്ടേഴ്സ് ഫോറം, ഇന്ത്യൻ ഡെന്റൽ അലയൻസ്, ബദറൽസമ പോളിക്ലിനിക്, ആസ്റ്റർ ഫാർമസി എന്നിവയുടെ പ്രതിനിധികൾ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. കരുത്താണ് സ്ത്രീത്വം എന്ന തലക്കെട്ടിൽ ഖത്തറിലെ കൾച്ചർ ഫോറം വനിതാ വിഭാഗമായ നടുമുറ്റത്തിന്റെ ആഭിമുഖ്യത്തിൽ ദോഹയിൽ ചർച്ചാ സദസ്സ് സംഘടിപ്പിച്ചു. ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് നടന്ന പരിപാടിയിൽ സാമൂഹ്യ പ്രവർത്തക പി റുക്സാന സംസാരിച്ചു. കൾച്ചറൽ ഫോറം വൈസ് പ്രസിഡന്റ് റജീന അലി, ഇന്ത്യൻ ഇസ്ലാമിക് അസോസിയേഷൻ വനിതാ വിഭാഗം പ്രസിഡന്റ് നഫീസത്ത് ബീവി, അഡ്വക്കേറ്റ് റുക്സാന, നടുമുറ്റം കോർഡിനേറ്റർ നൂർജഹാൻ ഫൈസൽ, നജ്ല ലത്തീഫ് തുടങ്ങിയവരും സംസാരിച്ചു. ഖത്തറിലെ പ്രവാസി കലാകാരന്മാരുടെ സജീവ സാന്നിധ്യമുള്ള ഉത്തരം പറയാതെ എന്ന ടെലിഫിലിമിന്റെ ഓഡിയോ റിലീസ് ദോഹയിൽ നടന്നു. പ്രശസ്ത സംഗീത സംവിധായകൻ ഷാൻ റഹ്മാനാണ് CD പ്രകാശനം നിർവഹിച്ചത്. ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ നന്ദു എസ് കർത്തിയും സംവിധായകൻ കൊല്ലം K രാജേഷും മറ്റ് അണിയറ പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. നവാഗത സംവിധായകനായ കൊല്ലം രാജേഷ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ 3 ഗാനങ്ങളാണ് ഉള്ളത്. ഖത്തറിൽ നിന്ന് ബാവ വടകര, കമാൽ കൂറ്റനാട്, സുരേഷ് കുമാർ ആറ്റിങ്ങൽ, സതീഷ് അപ്പുകുട്ടൻ, നൌഷാദിൽ, ഫാസിൽ ഷാജഹാൻ, ആസിഫ് വയനാട്, മാസ്റ്റർ അബ്ദുറഹ്മാൻ, വൈശാഖ് തുടങ്ങിയവരും ചിത്രത്തിൽ വേഷമിടുന്നുണ്ട്. ചിത്രം മാർച്ച് അവസാനത്തോടെ തിയേറ്ററുകളിലെത്തുമെന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചു. ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റിൽ ലോക വനിതാ ദിനം ആചരിച്ചു. കോൺസുൽ ജനറൽ നൂർ റഹ്മാൻ ഷെയ്ഖ്, പത്നി ഡോക്ടർ നസ്നിൻ റഹ്മാൻ, മറ്റു കൗൺസിലർമാർ എന്നിവർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വിവിധ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ച സ്വദേശി വനിതകളടക്കം പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു. ഇന്ത്യ ഫോറവുമായി സഹകരിച്ചാണ് കോൺസുലേറ്റിൽ വനിതാ ദിനം ആചരിച്ചത്. ദേശീയ വനിതാ ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും സ്ത്രീകൾ സ്വയം പര്യാപ്തമാവേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും കോൺസുൽ ജനറൽ നൂർ റഹ്മാൻ ഷെയ്ഖിന്റെ പത്നി ഡോക്ടർ തസ്നീൻ റഹ്മാൻ സംസാരിച്ചു. We should start things from the ground level, grass level. In India, we have already started mass educations about girls and boys, and we have started teaching them about stereotypes and violence prevailing around. സൗദിയിലെ രണ്ടാമത് വനിതാ പൈലറ്റ് യാസ്മിൻ അൽ മൈമാനി, UN-ലെ മനുഷ്യാവകാശ വിഭാഗത്തിലെ ആദ്യ സൗദി യൂത്ത് അംബാസഡർ മിസ് റഫാഹ് അൽ സയ്യാരി, മുതിർന്ന മാധ്യമപ്രവർത്തക സാമർ ഫത്താനി, അറബ് യോഗ ഫൗണ്ടേഷൻ പ്രസിഡന്റ് മിസ് നൌഫ് അൽ മർവായ് തുടങ്ങിയവർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. Women today are facing a new era, an era of empowerment, an era of achievements, that they need the support of men in order to preserve our global prosperity. കേരളത്തിന്റെ തനത് കലാരൂപമായ ഭരതനാട്യം, ഹിന്ദി, അറബി ഗാനങ്ങളും പരിപാടിയിൽ അവതരിപ്പിച്ചു. ജിദ്ദ മുനിസിപ്പൽ കൗൺസിലർ മിസ് റഷ ഹെഫ്സി, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഖാലിദ് മൈന തുടങ്ങിയ പ്രമുഖരോടൊപ്പം കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരും സ്വദേശികളടക്കം നൂറുകണക്കിന് സ്ത്രീകളും ചടങ്ങിൽ സംബന്ധിച്ചു. സാദിഖ് അലി തുവൂർ, മീഡിയ 1 ജിദ്ദ. അട്ടപ്പാടിയിലെ ആദിവാസി അമ്മമാർക്ക് തണലായി മാറിയ കാർത്തുമ്പിക്കുടകൾ പുതിയ ഉയരങ്ങളിലേക്ക്. കുടനിർമ്മാണത്തിലൂടെ ആദിവാസി അമ്മമാർക്ക് ദിവസം 500 മുതൽ 700 രൂപ വരെ വരുമാനം നൽകുന്ന ഈ പദ്ധതിയുടെ സാമ്പത്തിക ഊർജ്ജം ഗൾഫ് പ്രവാസികളാണ്. അടുത്ത ഘട്ടത്തിന്റെ ധനസമാഹരണത്തിനായി പ്രവർത്തകർ കഴിഞ്ഞ ദിവസം ദുബൈയിലെത്തി. ഗൾഫിലെ പ്രവാസികൾ കടമായി നൽകുന്ന പണം കൊണ്ട് കുട നിർമ്മിക്കുക, കുട വിൽപ്പനയിലൂടെ ആദിവാസി അമ്മമാർക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള വരുമാനമുണ്ടാക്കുക. കഴിഞ്ഞ സീസണിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കിയ കാർത്തുമ്പി കുട പദ്ധതി ഇനി കൂടുതൽ അമ്മമാർക്ക് തണലാകും. പ്രാവശ്യം 30,000 മുതൽ 50,000 വരെ കുടയാണ് ഞങ്ങളുടെ പ്രോജക്റ്റ്. അതിനായുള്ള ഒരു ഫണ്ട് സമാഹരണവുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ആദിവാസി ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന തമ്പും ഗൾഫിലെ പീസ് ഇനീഷ്യേറ്റീവുമാണ് കാർത്തുമ്പി പദ്ധതിക്ക് പിന്നിൽ. 500 ദിർഹം മാക്സിമം ഒരാളിൽ നിന്നും കാർത്തുമ്പി കൊടയുടെ നിർമ്മാണ ചെലവിനായിട്ട് നമ്മൾ സമാഹരിക്കുന്നു. പരീക്ഷണഘട്ടത്തിന് പ്രവാസികൾ നൽകിയ മുഴുവൻ തുകയും കാർത്തുമ്പി തിരിച്ചു നൽകി. 250 അമ്മമാർക്ക് സ്ഥിരവരുമാനം ലക്ഷ്യമിട്ട് ഓരോ പ്രവാസിയും നൽകുന്ന 500 ദിർഹം അഥവാ 10,000 രൂപ ഇവർ തിരിച്ചു നൽകും. പലിശയും ലാഭവും ഉണ്ടാവില്ല. പക്ഷേ നാട്ടിലെ വലിയൊരു സാമൂഹിക വിപ്ലവത്തിന് കടലിനക്കരെ നിന്ന് കരുത്തു പകർന്നതിൽ പ്രവാസികൾക്ക് അഭിമാനിക്കാം. മീഡിയ 1 ദുബായ്. ജിദ്ദയിൽ സ്പാനിഷ് അക്കാദമിയുടെ കീഴിൽ യുണൈറ്റഡ് ബാഡ്മിന്റൺ ക്ലബ്ബ് രൂപീകരിച്ചു.
ഫൈസലിയ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അക്കാദമി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ സൗദി ഗസ്റ്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ രാംനാരായണ അയ്യർ ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തു. ജിദ്ദയിലെ സാമൂഹിക, സാംസ്കാരിക, കായിക, മാധ്യമ മേഖലയിലുള്ളവർ ചടങ്ങിൽ സംബന്ധിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് CM മുഹമ്മദ് നാസർ അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് ഫസീഷ് സ്വാഗതവും EV അഷ്റഫ് നന്ദിയും പറഞ്ഞു. ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, ഫിലിപ്പൈൻസ് എന്നീ ഏഷ്യൻ രാജ്യങ്ങളിലെ കളിക്കാരാണ് ക്ലബ്ബിലെ അംഗങ്ങൾ. ആഴ്ചയിൽ 6 ദിവസം വൈകുന്നേരം 7 മണി മുതൽ 11 വരെയും വെള്ളിയാഴ്ച രാവിലെ 7 മണി മുതൽ 11 വരെയും ഇൻഡോർ കോർട്ടിൽ ബാഡ്മിന്റൺ ഉണ്ടായിരിക്കും. 20 ടീമുകളിൽ നിന്നായിരിക്കും 160 കളിക്കാർ ഇതിനോടകം ക്ലബ്ബിൽ രജിസ്റ്റർ ചെയ്തു. മീഡിയ സ്റ്റവർ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും media1tv.in സന്ദർശിക്കുക. ഇനി സ്പെഷ്യൽ എഡിഷന്റെ പുനഃസംപ്രേഷണം കാണാം.